നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ വെടിവെച്ചു കൊന്ന ഇസ്രായേൽ സൈന്യം. വടക്കൻ ഗസയിലെ ശുജയിലെ പോരാട്ടത്തിനിടയിലാണ് സംഭവം. ഹമാസ് നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്ന 3 പേരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. അക്രമത്തിനെത്തിയവരെന്ന് സംശയിച്ച് 3 പേർക്കെതിരെയും സേന വെടിയുതിർക്കുകയായിരുന്നു. പിന്നീടുള്ള പരിശോധനയിലാണ് ഇവർ നേരത്തെ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരാണെന്ന് വ്യക്തമായത്. ഒക്ടോബർ 7-ന് നിറാമിലെ തൊഴിൽ സ്ഥലത്ത് നിന്നാണ് ഇവരെ ഹമാസ് റാഞ്ചിയിരുന്നത്. വെടിവെച്ച് കൊന്ന ശേഷം സംശയം വന്നതോടെയാണ് പരിശോധന നടത്തിയതെന്നും തിരിച്ചറിഞ്ഞതെന്നും ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. ബന്ദികളെ ഹമാസ് ഉപേക്ഷിച്ചതാകാമെന്നും അതെല്ലാം ഓടി രക്ഷപ്പെട്ടതാകാനും സാധ്യതയുള്ളതായി ഹഗാരി പറഞ്ഞു. സംഭവത്തിൽ ഇസ്രായേൽ സൈന്യം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും ദുഃഖകരമായ സംഭവമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ശുജയിൽ ഒളിയാക്രമണത്തിലാണ് 10 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നത്. ഇവിടെ ഇപ്പോഴും പോരാട്ടം രൂക്ഷമായി തുടരുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അൽ ജസീറ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. സാമിർ അബുദാക്കിയാണ് കൊല്ലപ്പെട്ടത്. പ്രദേശത്തെ ഹർഫാന സ്കൂളിൽ നിന്ന് ഫലസ്തീനികൾക്ക് നേരെയുള്ള ബോംബാക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായത്. സാമിറിനൊപ്പം ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരു മാധ്യമപ്രവർത്തകനായ വായിൽ ദഹ്ദൂദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദഹ്ദൂദിന്റെ പരിക്ക് ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പരിക്കേറ്റ് കിടന്ന സാമിനടുത്തേക്ക് പോയ ആംബുലൻസിന് നേരെയും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണമുണ്ടായി. ഏറെ നേരം ചോര വാർന്ന് റോഡിൽ കിടന്ന സാമിറിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. അൽ ജസീറ ക്യാമറമാന്റെ മരണത്തെ തുടർന്ന് കടുത്ത പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെ ഉയരുന്നത്. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന 57-ാമത്തെ മാധ്യമപ്രവർത്തകനാണ് അബുദാക്ക. അബുദാക്കയുടെ മരണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ അൽ ജസീറ അന്താരാഷ്ട്ര സമൂഹവും നീതിന്യായ കോടതിയും വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം ഗാസ മുനമ്പിൽ നടത്തിയ കരയുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ 3 സ്വന്തം പൗരന്മാരായ ബന്ദികളെ വധിച്ചതിൽ കുറ്റസമ്മതം നടത്തി. ബന്ദികളാക്കിയവർ ഭീഷണിയാകുമെന്ന് തെറ്റിദ്ധരിച്ചാണ് വധിച്ചതെന്ന് കരസേനയുടെ മുഖ്യ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരെ സൈന്യം രൂക്ഷമായ പോരാട്ടം നടത്തിയ ഷിജയിലെ ഗാസ സിറ്റി ഏരിയയിലാണ് അബദ്ധത്തിൽ കൊലപ്പെടുത്തിയത്. യോദഹൈൻ, സമർ തലാൽക്ക, അലോൺ ഷംഡീസ് എന്നീ ഇസ്രായേലി ബന്ദികളാണ് കൊല്ലപ്പെട്ടത്. വടക്കൻ ഗസയിലെ ഷിജയിൽ പ്രവർത്തിക്കുന്ന സൈനിക സംഘമാണ് 3 കൊലപ്പെടുത്തിയതെന്ന് IDF അറിയിച്ചു. സംഭവത്തിൽ സൈന്യം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തുവെന്നും ഹഗാരി പറഞ്ഞു. സഹിക്കാനാവാത്ത ദുരന്തമാണിതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. കൊല്ലപ്പെട്ട ബന്ദികളായ 3 പേരെയും ഇസ്രായേൽ എത്തിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യത്തിനെതിരെ ചാവേർ ആക്രമണമടക്കം ഒട്ടേറെ ഭീഷണികൾ നേരിട്ടിരുന്ന ഒരു പ്രദേശത്ത് വെച്ചാണ് അബദ്ധത്തിലുള്ള വെടിവെപ്പ് ഉണ്ടായതെന്ന് IDF വക്താവ് റിയർ അഡ്മിറൽ റിയൽ ഹഗാരി പറഞ്ഞു. സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സൈന്യം ഏറ്റെടുക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 18,787 ഉയർന്നു. അതിനിടെ ഗസയിൽ വീണ്ടും വാർത്താവിനിമയ ബന്ധം തകരാറിലായെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നന്ദി, നമസ്കാരം.